നമുക്കിപ്പം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, വലിയ വിഷയം ഇന്നലെ ഈ പോളിംഗ് ദിനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് എന്തിനാണ് LDFന്റെ ഇടതുമുന്നണിയുടെ കൺവീനർ BJP സംബന്ധിച്ച് കേരളത്തിന് ചുമതലയുള്ള പ്രഭാരിയെ കണ്ടത്. പലതരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ CPM ഉന്നയിക്കാറുണ്ട്. ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP ആണ്. എങ്ങനെ കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യും? അവരുടെ ഏറ്റവും മുതിർന്ന നേതാവ്, ഏറ്റവും തലയെടുപ്പുള്ള നേതാവാണ് ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് വളരെ ഗൗരവമുള്ളൊരു സംഭവമാണ്. കാരണം പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള BJPയുടെ നേതാവാണ്. അദ്ദേഹത്തെ കണ്ടു എന്നുള്ളവരും ശ്രീ EP ജയരാജൻ സ്ഥിരീകരിച്ചു. അപ്പൊ ഇനി എന്തിനാണ് കണ്ടത്, എന്താണ് അതിന്റെ പർപ്പസ് എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അപ്പൊ കണ്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ഒരു കാരണവശാലും BJPയുടെ നേതാവിനെ കാണേണ്ട കാര്യമില്ല. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചോ അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചോ ന്യൂനമർദ്ദത്തെക്കുറിച്ചോ ആണ് ചർച്ച ചെയ്യാനെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതൊന്നും അല്ലല്ലോ. അപ്പോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ മോശമായി പ്രതികരിക്കുന്ന ഒന്നാണല്ലോ BJP ആയിട്ടുള്ള ബാന്ധവം. അപ്പൊ രണ്ടുപേര്, ഇപ്പൊ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി വിളിച്ചെടുത്ത്, അതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ചെടുത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അദ്ദേഹത്തെ സംഘിയായി ചിത്രീകരിച്ചു. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ ചിലരൊക്കെ പോയെന്ന് വരാം. പക്ഷെ ഇതല്ലോ, ഇത് സംഘടനാ ചുമതല വഹിക്കുന്ന പ്രഭാരിയാണ് പോയി കണ്ടിരിക്കുന്നത്. അപ്പൊ കണ്ടതിനകത്ത് പിന്നെ ഒരു ദുരുദ്ദേശം ഉണ്ടാവുമല്ലോ. ആ ദുരുദ്ദേശം എന്താണെന്നുള്ള പിണറായി വിജയൻ പറയട്ടെ. ഇപ്പൊ രണ്ടുപേരാണ് മാർക്സിസ്റ്റ് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ടവർ പോയി കണ്ടിരിക്കുന്നത്. ഒന്ന് ദേവികുളത്തെ വർഷങ്ങളോളം MLA ആയിരുന്ന ശ്രീ രാജേന്ദ്രൻ പോയി കണ്ടു. അദ്ദേഹം ഡൽഹി പോയി കണ്ടു. ഇദ്ദേഹം കണ്ടു എന്നുള്ളത് സ്ഥിരീകരിച്ചു. എന്തിനാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ജാവ്ദേക്കറെ പോലെ BJPയുടെ നേതാവിനെ ഭാവി ശിവന്റെ തീർന്നാൽ ശിവനും ഭാവിയാവും? അങ്ങനെ ശിവൻ ഒരിക്കലും ഭാവിയാവില്ല. ശിവൻ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയാണ്. പിന്നെ എങ്ങനെ ശിവൻ ഭാവിയാവുന്നേ? അത് പിണറായി വിജയന് വിവരമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായ ശിവനെ കണ്ടാൽ, ഭാവി കണ്ടാൽ ശിവനും ഭാവിയാവും എന്ന് പറഞ്ഞു. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായ ശിവന്റെ ശക്തി പിണറായി വിജയൻ അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു കമന്റ് പാസ്സാക്കിയത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചോ അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചോ ന്യൂനമർദ്ദത്തെക്കുറിച്ചോ ആണ് ചർച്ച ചെയ്തെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അതല്ല എങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് കഴിഞ്ഞ കുറെ നാളായി പിണറായി വിജയനെതിരെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അസഹിഷ്ണുത, അല്ലെങ്കിൽ താങ്കൾക്ക് വ്യക്തിപരമായി ഈ ഒരു ആരോപണം നേരിടേണ്ടി വന്നൊരു വ്യക്തിയാണ്. ഇപ്പൊ 2018 വന്നൊരു താങ്കളുടെ ഒരു വീഡിയോ, അത് വലിയ രീതിയിൽ ഈ അടുത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. ജയിച്ചാലും തോറ്റാലും പാർലമെന്റിലേക്കായിരിക്കും എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് താങ്കൾ BJPയിലേക്ക് പോകുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ താങ്കൾ വ്യക്തിപരമായി കൂടി നേരിട്ടതാണ്. നമ്മളൊന്നും ഒരിക്കലും വ്യക്തിപരമായി അത്തരം ആരോപണങ്ങൾ നേരിടത്തില്ല. കാര്യം ഞാൻ 1968 രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളാണ്. എനിക്ക് എന്റെ 65ാമത്തെ വയസ്സിലാണ് എനിക്ക് പാർലമെന്റിൽ മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയത്. ഞാൻ മത്സരിച്ച് ജയിച്ചതും. ഇനിയിപ്പോ പാർലമെന്റ് അവസരം തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ടു പോകില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുമ്പോൾ എന്റെ ശരീരത്തിൽ ഒരു ത്രിവർണ്ണ പതാക വീഴണം, അതിനപ്പുറം ഒരു ആഗ്രഹവും മോഹവും എനിക്കില്ലെന്ന് പറഞ്ഞ ആ എന്നെ BJP ആണെന്ന് പരസ്യമായി മാർക്സിസ്റ്റുകാർ പറഞ്ഞു. ഞാൻ ജയിച്ചാൽ BJP പോകും, തോറ്റാലും പോവും. അപ്പോ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി വർഗീയ പ്രചാരണമാണ് കാസർഗോഡ് അടക്കം നടത്തിയിട്ടുള്ളത്. ഇപ്പോ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പൊ അവര് കുഴിച്ച കുഴിയിൽ അവര് തന്നെയാണ് വീണത്. പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ആളാരാണ്? EP ജയരാജനാണ്. സ്ഥാനം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയെ നയിക്കുന്ന കൺവീനർ പോയി ശത്രുപാളയത്തിൽ പോയി ശത്രുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് അക്ഷന്തവ്യമായ അപരാധമാണ്. പിണറായി വിജയൻ ഒന്നുകിൽ ഈ കണ്ട ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. പുറത്താക്കിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടു കൂടിയാണ് പോയി കണ്ടത്. തന്നെ ജയരാജൻ ഒരിക്കലും കള്ളത്തരം കാണിക്കുന്ന ഒരാളല്ല. അപ്പോ തന്റെ മകളെ രക്ഷിക്കാൻ ഒരു ദൂതനായി EP ജയരാജനെ അയച്ചാലും എങ്ങനെ വിശ്വസിക്കാനാവും? ശരി, അത് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന കടുത്ത ആരോപണവും രാജ്മോഹൻ ഉണ്ണിത്താനാണ് പ്രതികരിച്ചത്.